ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് തേങ്ങയില്ലാതെ ഒരു ചെറുപയർ കറി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ടൈം കളയുന്നില്ല, നമുക്ക് ഓവർനൈറ്റ് പയർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പയർ നമുക്ക് ബോയിൽ ചെയ്യാൻ വെക്കാം. ഇനി കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ പയർ ബോയിലായിട്ടുണ്ട്. ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഓനിയനും ടൊമാറ്റോ, ചതച്ച ജിഞ്ചർ, ഗാർലിക്കും മാത്രമാണ്. പാനിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. കടുക്, ചതച്ച ജിഞ്ചർ, ഗാർലിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പിലയും ഉണക്കമുളകും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം, നല്ലൊരു രുചി കിട്ടും. 2 ഓനിയൻ ആഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, കുറച്ച് ടർമറിക് പൗഡർ, കുറച്ച് ഗരം മസാല. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. ഇപ്പോൾ ആ ടൊമാറ്റോയും മസാല എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ലെമൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ബോയിൽ ചെയ്ത പയർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആ പയറും മസാലയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ തേങ്ങ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ നാടൻ ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. തേങ്ങയില്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.